ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെക്കുറിച്ചാണ്. അത് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് 1200 ആണ്ട് കൊല്ലവർഷം 1200 കന്നിമാസം 28 മുതൽ മകരമാസം 24 വരെയുള്ള ദിവസങ്ങൾ, അതായത് അതായത് 2024 ഒക്ടോബർ മാസം 14 മുതൽ 2025 ഫെബ്രുവരി മാസം 6 വരെയുള്ള 116 ദിവസമാണ് വ്യാഴഗ്രഹം വക്രത്തിൽ വരുന്നത്. അങ്ങനെ വക്രത്തിൽ വരുന്ന സമയത്ത് ഇരട്ടി ശക്തിയാണ്. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ ശ്രീരാമനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന് പറയുന്നത് പോലെ വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായിട്ടാണ് രാമനാമം എന്ന് പറയുന്നത്. ഏത് ദോഷത്തെയും പരിഹരിക്കുവാൻ തത്തുല്യമായിട്ട് ഈശ്വരാധീനമുണ്ടെങ്കിൽ സാധിക്കും. അതിൻ്റെ ഉദാഹരണമാണ് വ്യാഴഗ്രഹത്തിൻ്റെ ബലം. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂര, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർ, അവർക്ക് 10ാമിടത്ത് ആണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണ ദൈവാധീനമുണ്ട്. തൊഴിൽ വിജയങ്ങളും കുടുംബപരമായ വിജയവും സന്തോഷവും ഐക്യതയും ഒക്കെ സൂചകമാണ്. എന്നിരുന്നാലും 10ലെ വ്യാഴം മധ്യമം എന്നാണ് പറയുന്നത്. മധ്യമം എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ശാരീരികമായ ചില രോഗാവസ്ഥകളും ഒക്കെ സൂചകമായിരിക്കുന്ന ഒരു കാലമാണ് കടന്നുപോയത്. അതുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ മാറി ഇപ്പോൾ ഈ വക്രത്തിൽ വരുന്ന ഈ സമയത്തിൽ കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ് ഈ നക്ഷത്രക്കാർ. അതും കൂടി മാറി അധിക ദോഷങ്ങളൊക്കെ ഉള്ളത് മാറുന്നതിന് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമാണ്. കൂടാതെ ചിങ്ങം രാശിയുടെ അധിപനായിരിക്കുന്ന ആദിത്യൻ ബലവാനായിട്ട് വരും. അങ്ങനെ ബലവാനായിട്ട് വരുന്ന സന്ദർഭം വളരെയധികം വിജയങ്ങൾ വന്നു ചേരും. അധികാരങ്ങൾ വന്നു ചേരുന്നതിനും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും ക്ഷമത വർദ്ധിക്കുകയും കാര്യക്ഷമതയോടുകൂടി തൊഴിൽ രംഗത്ത് ശ്രദ്ധിക്കുവാനും സാമ്പത്തിക മേന്മയുണ്ടാകുവാനും സന്താനങ്ങളെ കൊണ്ട് പ്രായമായ മാതാപിതാക്കൾക്ക് ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഒരു അഭിവൃദ്ധി വന്നു ചേരുവാനായിട്ടും ഒക്കെ യോഗവും ഭാഗ്യവുമുള്ള സമയങ്ങളാണ് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി മൂലമുണ്ടാകും. അവർക്ക് ദീർഘകാലമായിട്ട് സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ അതായത് സന്താനഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയാണ് വക്രത്തിൽ കൊടുക്കുന്നത്. സന്താനങ്ങൾ ഏതെങ്കിലും തരത്തിൽ സന്താന ദുഃഖം അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് സന്താനത്തെക്കുറിച്ച് സൗഭാഗ്യങ്ങൾ വന്നിരിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും വീട്ടമ്മമാരായിരിക്കുന്നവർക്കും ഒക്കെ ദമ്പതികളായിട്ടുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാലം. ധന ആഗമന യോഗവുമുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും വേണ്ട രീതിയിൽ ആ ധനം വിനിയോഗിച്ച് ദീർഘനാളുകളേക്ക് അത് ഉപയുക്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സന്ദർഭം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാക്കുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സംസാര മധ്യമൊക്കെ ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിലെ ചില പിഴവുകൾ ശത്രുക്കൾ ആയുധമാക്കാതെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് തൊഴിൽ രംഗത്ത് അലസത വെടിഞ്ഞ് പ്രവർത്തിക്കണം. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വരനെ പ്രത്യേക പൂജകൾ അർപ്പിക്കുകയോ മഹാഗണപതി ഹോമം
തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലായാലും ഒരു ഗണപതി ഹോമം നടത്തുക. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ ശ്രേയസ്സും അഭിവൃദ്ധിയും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.